ഒരു വോളിബോൾ കളിയുടെ വിവരത്തിലേക്ക് പോകാം. മത്സരമോ ഒന്നുമല്ല, ഒരു പ്രതിഷേധമാണ്. അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് കൂടി പോയ വിവരത്തിലേക്ക് പോവുകയാണ്. നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെയായിരുന്നു ഈ വോളിബോൾ കളി. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നവീകരണ ഉദ്ഘാടനം തിരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് ആരോപിച്ചാണ് UDF അംഗങ്ങൾ എത്തിയത്. അങ്ങനെയാണ് ഈ ഒരു വേറിട്ട പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. തർക്കവും കയ്യാങ്കളിയും ആകെപ്പാടെ യോഗം അലങ്കോലമായി. ഭരണപക്ഷവും എതിർചേരിയിലുള്ളവരും ഉദ്ഘാടനത്തിൽ പിടിച്ച് പോരടിച്ചപ്പോൾ കോൺഗ്രസ് കക്ഷി നേതാവ് ജാസിം കുട്ടിയാണ് കോർട്ടിൽ പന്തിറക്കിയത്. തട്ടിവിട്ട ബോൾ ആദ്യം കോൺഗ്രസ് ടീം അംഗങ്ങളുടെ കയ്യിൽ അമ്മാനമാടി. ഇടയ്ക്ക് CPM അംഗം ബാബു ബോളിന് പുറകെ കൂടിയതോടെ കളം മാറി. ഇതിനിടെ മേശ ഒന്ന് നിലംപൊത്തി, ചേരി തിരിഞ്ഞ് പോര് മുറുകി. ചെയർമാൻ ഡൈസിലേക്ക് വോളിബോൾ കളിക്കാർ എത്തുന്നത് ഭരണകക്ഷി ടീം തടഞ്ഞു. അതോടെ പോർവിളി ബലപരീക്ഷണത്തിന് വഴിമാറി. പത്തനംതിട്ട നഗരസഭയുടെ പരമാധികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോയ സ്റ്റേഡിയത്തിന്റെ ധാരണാപത്രം തിരിച്ചെഴുതി നഗരസഭയ്ക്ക് അധികാരം തിരിച്ചു നൽകുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകുവാൻ കഴിയാതെ ചെയർമാൻ കൗൺസിൽ വിട്ടിരിക്കുകയാണ്. ജില്ലാ സ്റ്റേഡിയത്തിൽ ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ട നവീകരണ ഉദ്ഘാടന വേദിയിൽ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു. ഇടത് സ്ഥാനാർത്ഥിക്ക് വേദി നൽകിയത് ധാർഷ്ട്യം നിറഞ്ഞ രാഷ്ട്രീയ അഭ്യാസമാണെന്ന വിമർശനം ശക്തമാണ്. പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കി എടുത്തത് അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. അത് സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരള ആണ്. ഈ നഗരസഭയുടെ 15 ഏക്കർ സ്ഥലം നഗരസഭ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ആ നിർമ്മാണ ഏജൻസി ഊരാളുങ്കലാണ് അതിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. അവരാണ് ഇനി അതിൻ്റെ സംഘാടനമെല്ലാം നടത്തേണ്ടത്. നവീകരണ ഉദ്ഘാടന വേദിക്കരികിൽ കരിങ്കടിയുമായി എത്തിയ UDF പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.